പറഞ്ഞു ഞങ്ങളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് കന്നഡ അറിയത്തില്ല. കന്നഡ എല്ലാ പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പം ഞാൻ ഓർക്കും ഒരു കന്നഡ പാട്ടെങ്കിലും പഠിച്ചിട്ട് വരണമെന്ന്. പക്ഷെ മറന്നു പോകും. ನಮ್ಮ ಪಾಸ್ಟರ್ ಕರೆದ್ರು ಆಗ ನನಗೆ ಕನ್ನಡ ಬರೋದಿಲ್ಲ ಅಂತ. ಅದು ಕರ್ನಾಟಕ ಬರುವಾಗ ಎಲ್ಲ ಒಂದು ಕನ್ನಡ ಆಡಬೇಕಂತ ಭಾಳ ಆಗ್ರಹ ಇದೆ. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പം ഒരു കന്നഡ പാട്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കാം. ಮುಂದಿನ ಸಲ ಬರುವಾಗ ನಾನು ಒಂದು ಕನ್ನಡ ಸಾಂಗ್ ಅನ್ನು ಕೂಡ ಕಲ್ತ್ಕೊಂಡು ನಾನು ಆಡುವನಾಗಿದ್ದೀನಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബട്ട് ദൈവ സാന്നിധ്യത്തിന് ഭാഷകൾ പ്രശ്നമല്ല. ദൈവ സാന്നിധ്യത്തിന് ഇടം പ്രശ്നമല്ല. ദൈവ സാന്നിധ്യത്തിന് ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും സ്പർശിക്കാം. ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಭಾಷೆ ಯಾವುದು ತಡೆಯಲ್ಲ. ನಾವು ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ನಾವು ಯಾವತ್ತೂ ಒಂದಾಗಿರಬಹುದು. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഭാഷകൾക്കപ്പുറമാണ്. അത് ദേശങ്ങൾക്കപ്പുറമാണ്. അത് കൾച്ചറുകൾക്കപ്പുറമാണ്. ആരെല്ലാം അവൈലബിൾ ആകുന്നോ അവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മ സാന്നിധ്യം പ്രവഹിക്കും. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಸಮಯ ಇಲ್ಲ, ಊರು ಇಲ್ಲ, ಯಾವುದೂ ಇಲ್ಲ. ನೀವು ಸಮಯವನ್ನು ಕೊಡುವಾಗ ದೇವರ ಆತ್ಮ ನಿಮ್ಮ ಮೇಲೆ ಬರುವನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരു ദൈവത്തെ അല്ല, മറിച്ച് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ ನಾವು ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಆರಾಧನೆ ಮಾಡಿ ನಮ್ಮಿಂದ ಸಹಾಯ ಹೊಂದಿಕೊಳ್ಳೋದು ದೇವರಲ್ಲ, ದೇವರಿಂದ ಸಹಾಯ ಹೊಂದಿಕೊಳ್ಳೋದು ನಾವಾಗಿದ್ದೀವಿ. ഈ ലോകം നമ്മളെ പഠിപ്പിച്ച പല ദൈവങ്ങൾക്കും നമ്മുടെ സഹായം ആവശ്യമാണ്. എന്നാൽ ഞാൻ ഉയർത്തുന്ന സത്യ ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല, മറിച്ച് അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ಈ ಲೋಕದಲ್ಲಿ ನಾವು ಆರಾಧನೆ ಮಾಡಿ ನಮಗೆ ಅವ್ರಿಗೆ ಅವಸರ ಆಗಿದೆ, ಆದ್ರೆ ನಾವು ಆರಾಧನೆ ಮಾಡುವವರಿಗೆ ದೇವರು ನಮಗೆ ಅವಸರವಾಗಿದ್ದಾನೆ. നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഇന്ന് പകൽ കേൾക്കാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ನನ್ನನ್ನು ಸಹಾಯ ಮಾಡುವಂತ ದೇವರ ಕಡೆಗೆ ನಾವು ಕೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುವಣ. സങ്കീർത്തനം 118 6-7 വാക്യങ്ങൾ. 118ನೇ ಕೀರ್ತನೆ 6-7 ವಚನಗಳು. 118ನೇ ಕೀರ್ತನೆ 6-7 ವಚನಗಳು. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. നിങ്ങൾ ദയവായി നിങ്ങളുടെ ഭാഷയിലുള്ള വാക്യങ്ങൾ നോക്കിയാട്ട്. ನಾನು ಮಲಯಾಳದಲ್ಲಿ ಓದ್ತೀನಿ, ನಿಮ್ಮ ಭಾಷೆಗಳಲ್ಲಿ ಓದಿಕೊಳ್ಳ್ರಿ. 6ാമത്തെ വാക്യം, 6ನೇ ವಚನ. 7 ആമേൻ. ആമേൻ. സോ 6-7 വാക്യങ്ങൾ